അപ്പോൾ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് എങ്ങനെയാണ് നോക്കാം. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നമ്മുടെ ബാലരാമപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ ദേവാലയമായ വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ ദേവാലയത്തിലേക്കാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഞങ്ങൾ പള്ളിയിലെത്തി അവിടുത്തെ സ്റ്റോളിൽ നിന്ന് പച്ച മെഴുതിരി വെച്ചിട്ടുണ്ട്. പച്ച മെഴുതിരിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും പ്രാർത്ഥിച്ച് പച്ച മെഴുതിരി കത്തിച്ച് ആഗ്രഹം സാധിക്കുമെന്നതാണ് അവിടുത്തെ വിശ്വാസം എന്ന് പറയുന്നത്. ഞങ്ങൾ പള്ളിയിൽ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അവിടെ ഉച്ചയ്ക്ക് നേർച്ച ചോറുണ്ടായിരുന്നു കേട്ടോ. അവിടെ നേർച്ച കഞ്ഞിയുണ്ട്, നേർച്ച ചോറുണ്ട്. ഇന്ന് ചോറാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഉച്ചയ്ക്ക് നേർച്ച ചോറൊക്കെ കഴിച്ചു. പള്ളിയിലേക്ക് ചെല്ലുമ്പോഴത്തേനും മുൻവശത്തായിട്ട് 3 ബോക്സ് വെച്ചിട്ടുണ്ടായിരിക്കും. വിവാഹം, പാർപ്പിടം, കാരുണ്യം, അങ്ങനെ 3 ബോക്സ് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് കാണിക്കയൊക്കെ ഇട്ട് പ്രാർത്ഥിക്കാനൊക്കെ പറ്റുന്നുണ്ടായിരിക്കും. മതഭേദമന്യേ എല്ലാവരും ഒത്തുചേർന്ന് ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഈ ദേവാലയം. ഉത്സവകാലങ്ങളിൽ ജാതിമത ഭേദമന്യേ എല്ലാവരും എത്തിച്ചേർന്ന് മനോഹരമായ കാഴ്ച ഈ ദേവാലയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ജനുവരി മാസത്തിൽ നടക്കുന്ന പള്ളി തിരുനാൾ ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു തിരുനാളാണ്. രാത്രി കാലങ്ങളിൽ നടക്കുന്ന ദീപാലങ്കാരവും ഫ്ലോട്ടുകളും ഘോഷയാത്രകളും ഇവിടുത്തെ പ്രധാനപ്പെട്ടതാണ്. ഇത് കാണാൻ വേണ്ടി പല ജാതിക്കാരും ഇവിടെ എത്തിച്ചേരാറുണ്ട്. ശരി, ഞങ്ങളവിടെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. അവിടെ ഞങ്ങൾ നേരെ പോയത് എൻ്റെ ഫ്രണ്ടിന് ഡ്രസ്സ് എടുക്കണമായിരുന്നു. അങ്ങനെ ഡ്രസ്സ് മേടിക്കാനായിട്ട് ഒരുപാട് കടകൾ ഞങ്ങൾ കയറി ഇറങ്ങി. ഞങ്ങൾ ഉദ്ദേശിച്ച ഡ്രസ്സൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ഷോപ്പിംഗ് അവിടെ വൈൻഡപ്പ് ചെയ്തു. ഷോപ്പിംഗ് നടത്തില്ല കേട്ടോ. ഞങ്ങളിടയ്ക്ക് ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ വീടുകളുടെ പ്രധാന പ്രത്യേകത എന്ന് എല്ലാ വീടിന് മുന്നിലും കോലമുണ്ടായിരുന്നു. അത് കാണാൻ തന്നെ പ്രത്യേക ഒരു ഐശ്വര്യമാണ് കേട്ടോ. അതാണെങ്കിൽ ജോലിക്കും കയറി. ഞാനതിന് ശേഷം എൻ്റെ വലിയമേരോട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് നാളെ വലിയമേരോട്ടിൽ പോയിട്ട് അങ്ങനെ വലിയമേരോട്ടിലേക്ക് പോയി അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ മാതാവിൻ്റെ അടുത്ത് പോയി കുറച്ച് നേരം മാതാവിനോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. കുറച്ച് നേരം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ലവ് യു ആൻഡ് ബൈ.